എ പ്ലസ് ഉറപ്പാക്കണം നിങ്ങൾക്ക്. ഈ വരുന്ന പബ്ലിക് എക്സാമിൽ എ പ്ലസ് 100% വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും വർക്ക് ചെയ്യാൻ പോകുന്ന സ്റ്റഡി പ്ലാനാണ് ഈ വീഡിയോയിൽ അവസാനം വരെ പറയാൻ പോകുന്നത്. കുറേ അതുകൊണ്ട് തന്നെ എന്തായാലും ഈ വീഡിയോ അവസാനം വരെ കാണണം, അതിലൊരു സംശയമില്ല. ഈ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഇപ്പം കമൻറ്റ് ചെയ്യേണ്ടത്, ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു പഠിത്തം വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ഗ്രേഡ് കിട്ടുന്നത് നിങ്ങൾ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. വീഡിയോ പോസ് ചെയ്യുക, ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു ഊഹം വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു പഠിത്തം വെച്ച് പോയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും, എ പ്ലസ് കിട്ടും, എ ആണോ കിട്ടുക, ബി ആണോ കിട്ടുക, ബി പ്ലസ് ആണോ കിട്ടുക എന്നുള്ള കാര്യം ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. 100% ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി ആണ്, ഈ വീഡിയോ കണ്ട് അവസാനം ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് മനസ്സ് ചേഞ്ച് ചെയ്യും. നിങ്ങൾക്ക് എ പ്ലസ് തന്നെ കിട്ടുന്നത് നിങ്ങൾക്ക് വിശ്വാസമാവും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പം മക്കളെ, ഇനി നമുക്ക് ക്രിസ്മസ് എക്സാം കഴിഞ്ഞു. ക്രിസ്മസ് എക്സാം പലരുടെയും നന്നായിട്ട് പോയിട്ടുണ്ടാവും, ചിലരുടെയൊക്കെ അത്രയും നിങ്ങൾ വിചാരിച്ച രീതിയിൽ പോയിട്ടുണ്ടാവില്ല. അതൊന്നും മാറ്റർ ചെയ്യുന്ന കാര്യമല്ല. കാരണം ഏതൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാം, നമ്മൾ പല ബാച്ചുകളിലായിട്ട് 10,000 സ്റ്റുഡൻസിനെ പഠിപ്പിച്ചതിൻ്റെ അവരുടെ റിസൾട്ട് കണ്ടതിൻ്റെയും എക്സ്പീരിയൻസിൽ ഞാൻ 100% ഗ്യാരണ്ടി ചെയ്യാം. ഇനിയുള്ള ദിവസങ്ങൾ, ഓക്കെ, 2 മാസം അപ്രോക്സിമേറ്റ്ലി ഉണ്ട്. ആ 2 മാസങ്ങൾ കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഫുൾ എ പ്ലസിലേക്ക് എത്താം. ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഞാൻ പറയുന്നത്, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് 100% ഫുൾ പ്രൂഫ് ആക്കാം. എന്ത് സംഭവിച്ചാലും നിങ്ങൾ എ പ്ലസ് കിട്ടും, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഇനിയിപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. സാറ് പറഞ്ഞു ഞങ്ങൾ ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള വീഡിയോ കാണാം, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്തിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ, ഫുൾ എ പ്ലസ് ഒന്നും വേണ്ടെങ്കിൽ. ഓക്കെ, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് മക്കളെ? നിങ്ങൾ ആക്ച്വലി കുറേ ചെയ്യേണ്ടതില്ല, നിങ്ങൾ കുറേ ആലോചിക്കേണ്ട ആവശ്യമില്ല, അത് ചെയ്യണോ ഇത് ചെയ്യണോ, അതിനൊന്നുമില്ല. കാരണം എക്സാമിനർ ഉണ്ട്, എക്സാമിനർ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും, നിങ്ങൾ ആ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി. അങ്ങനെയാണ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു തരാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി. ആദ്യം എക്സാമിനർ എന്തൊക്കെ ചെയ്തു തരാൻ പോകുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുതരാം. അതിന് ശേഷം അലൻ സാർ വന്നിട്ട് പറഞ്ഞുതരും എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സാമിനർ നിങ്ങൾക്ക് ഇനി ചെയ്തു തരാൻ പോകുന്നത്, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇനി റിമൈനിങ് ചാപ്റ്റേഴ്സ് ഉണ്ട്. നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ശേഷം നിങ്ങളുടെ സ്കൂളിൽ എടുക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ്, അതിൻ്റെ വൺ ഷോട്ട് നമ്മൾ എടുത്തിട്ടില്ല. അതിന് മുമ്പുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഓൾമോസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തിട്ടില്ല, അത് ഞങ്ങൾ എടുക്കും. ഓക്കെ, ഓരോ വീക്കിലും 2-3 ചാപ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ വൺ ഷോട്ട് ലൈവിൽ, ഓരോ വൺ ഷോട്ട് എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, ഒരു ചാപ്റ്ററിൻ്റെ വൺ ഷോട്ട് എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്ററിൻ്റെ എല്ലാ കാര്യങ്ങളും ആ ഒരൊറ്റ ലൈവിൽ തീർക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് വന്ന് ലൈവ് അറ്റൻഡ് ചെയ്യുക, ഫുൾ അറ്റൻഡ് ചെയ്യണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫുൾ അറ്റൻഡ് ചെയ്യുക. ആ ചാപ്റ്റർ നിങ്ങൾ പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല, റിവൈസ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇനി വരാമെന്നിരിക്കുന്ന ചാപ്റ്ററിൻ്റെ ലൈവ് ക്ലാസ് ഉണ്ടാകും വൺ ഷോട്ടിൽ, നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഈ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ മിസ്സാവും, പിന്നെ ലൈവ് ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഫ്രണ്ട്സിനോടൊക്കെ പറയുക ഇത് തുടങ്ങാൻ പോവുകയാണ്. ഈ ആഴ്ച തൊട്ട് വെയിറ്റ് ചെയ്യാനില്ല, ഈ ആഴ്ച തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ ടൈം ടേബിളിൽ നെക്സ്റ്റ് ക്ലാസ് എപ്പോഴാണെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യുക എന്നാണ് നെക്സ്റ്റ് ക്ലാസ്സുകളെന്ന്. ഓക്കെ, എന്നിട്ട് അത് ഓർത്ത് വെക്കുക, എവിടെ നോട്ട് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ കാര്യം, അപ്പോൾ ടേം 1 ടേം 2 ചാപ്റ്ററോ, അത് നിങ്ങൾ തന്നെ പറയണം എന്താ വേണ്ടതെന്ന്. ടേം 2, അതായത് ക്രിസ്മസ് എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് നിങ്ങളിപ്പോൾ എടുത്തു കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് നിങ്ങൾ പഠിച്ചവരാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പഠിക്കാത്തവരാണെങ്കിൽ അതിൻ്റെ വൺ ഷോട്ടൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണാം. വീഡിയോ സെക്ഷനിലും ലൈവ് സെക്ഷനിലും പോകാം. നമ്മുടെ ചാനലിൽ ലൈവ് സെക്ഷനിൽ പോയാൽ ലൈവായിട്ട് എടുത്തതിൻ്റെ വൺ ഷോട്ടൊക്കെ കിടപ്പുണ്ട്, അത് എടുത്ത് കാണാം. ടേം 1 കാര്യമാണ് പ്രശ്നം, കാരണം ടേം 1 നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്, അതായത് ഓൾറെഡി വൺ ഷോട്ട് എടുത്ത ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾ ജസ്റ്റ് എടുത്ത് നോക്കി, അരിത്തമെറ്റിക് സീക്വൻസ്, SLC-കാർക്കാണ് അരിത്തമെറ്റിക് സീക്വൻസ് ചാപ്റ്ററിൻ്റെ പേര് അടിച്ചു കൊടുക്കുക, ആ എക്സാമിനറിനും കൂടി അടിക്കുക, ആ സാധനം വന്നോളൂ, ഏത് ചാപ്റ്ററിനെയും വന്നോളൂ. പക്ഷേ അത് ഓൾറെഡി എടുത്ത ക്ലാസ്സാണ്. നിങ്ങൾക്ക് വീണ്ടും അതൊന്നും കൂടി ലൈവായിട്ട് വേണോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ അത് നോക്കിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, തീരുമാനിക്കും. നിങ്ങൾക്ക് ശരിക്കും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടാം. കുറേ കമൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ലൈവിൽ എടുക്കും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും നിങ്ങൾ കണ്ട് സ്വന്തം പഠിച്ചോളും. ഓക്കെ, അപ്പോൾ അത് കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ടേം 1 ടേം 2 നിങ്ങൾക്ക് വീണ്ടും ലൈവ് വേണോ എന്നുള്ള കാര്യം വേണമെങ്കിൽ ചെയ്തുതരും, പക്ഷേ കമൻറ്റ് ബോക്സ് നോക്കും. ഇനി പിന്നെ നമുക്ക് അടുത്ത് നേരിടാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് നമ്മൾ റിമൈനിങ് ചാപ്റ്റേഴ്സ് നമ്മൾ ലൈവിൽ തീർക്കുന്നു. ടേം 1 ടേം 2 കാര്യം വലിയ ബുദ്ധിമുട്ടില്ല, നമുക്ക് അവസാനം പഠിച്ചാൽ മതി, കാരണം നമ്മൾ ജസ്റ്റ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ടേം 1 കാര്യങ്ങൾ നിങ്ങൾ പറയേണ്ട രീതിയിൽ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ബേസിക്കലി എല്ലാ ചാപ്റ്ററും നമ്മൾ പഠിച്ചോ? എല്ലാ ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞു. എന്നിട്ട് നെക്സ്റ്റ് നമുക്ക് നേരിടാനുള്ള നമ്മുടെ പരീക്ഷയാണ് മോഡൽ എക്സാം.
മോഡൽ എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ഫൈനൽ എക്സാമിന് മുമ്പ് ഒരു എക്സാമിൻ്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന പരീക്ഷയാണ്. സോ അതിന് ഫൈനൽ എക്സാം പോലെ തന്നെ നിങ്ങളതിനെ കരുതണം. അതിൻ്റെ മാർക്കിനെ നിങ്ങളൊന്നും സീരിയസ് ആയിട്ട് എടുക്കണ്ട. പക്ഷേ ആ എക്സാമിനെ നിങ്ങൾ ഫൈനൽ എക്സാമിനെ നേരിടുന്ന സ്റ്റൈലിൽ തന്നെ നേരിടണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങളുണ്ടാവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാരത്തോൺ ക്ലാസ്സും എല്ലാ പരിപാടിയായിട്ട്. എന്തൊക്കെ മോഡൽ എക്സാമിൽ ക്രിസ്മസ് എക്സാമിന് ഓണപരീക്ഷ ചെയ്ത് അതിന് ഡബിൾ പവറിലായിരിക്കും നിങ്ങൾക്ക് വേണ്ടി മോഡൽ എക്സാമിന് വേണ്ടി റിവിഷൻ തരാമോ. അപ്പോൾ നിങ്ങൾ അതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. വന്നിരുന്നാൽ മാത്രം മതി. ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ചെയ്യുക, വന്നിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ അത് തീർന്നു. പിന്നെ ഫൈനൽ എക്സാമും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മാരത്തോണും ചെയ്ത് നമ്മൾ സെറ്റാക്കി ഫുൾ A+ വാങ്ങിച്ചെടുക്കും. അപ്പോൾ ഫുൾ A+ന് വേണ്ടിയിട്ടുള്ള എക്സാമിനറുടെ പ്ലാൻ മനസ്സിലായല്ലോ. ഈ ഒരു ചെറിയൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ടിപ്സ് ആൻഡ് ട്രിക്സ് ചാനൽ. അതിൻ്റെ ലിങ്ക്, ആ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആ ചാനലിൽ പോവുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൊടുക്കുക, തിരിച്ചു വരിക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫുൾ A+ എന്നുള്ള ആഗ്രഹം വെറുതെ ആഗ്രഹം മാത്രമേ വെക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. ശരിക്കും നേടിയെടുക്കണമെങ്കിൽ ഇപ്പം തന്നെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി എന്തിനാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് മക്കളെ? ഈ ചാനലിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ലൈവ് ക്ലാസ്സസും അതുപോലെ വലിയ വലിയ ക്ലാസ് ആയിരിക്കും തരാൻ പോകുന്നത്. ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് എടുക്കുക, പിന്നെ മോട്ടിവേഷൻ വീഡിയോസ്, അങ്ങനെ പല കാര്യങ്ങളായിരിക്കും തരാം. ഇങ്ങനെ ചില ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഉണ്ടാവും. പരീക്ഷയിൽ വീണ്ടും വരുന്ന ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തിട്ട് ഒരു വീഡിയോ ആക്കി, ഒരു 5 മിനിറ്റ് വീഡിയോ ആക്കി നിങ്ങൾക്ക് തന്നാൽ ഇങ്ങനെ ഉണ്ടാവും. 5 മിനിറ്റ് കൊണ്ട് ഒരു 3 മാർക്ക് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ തന്നാൽ ഇങ്ങനെ ഉണ്ടാവും. അടിപൊളിയായിരിക്കില്ലേ? ആ സാധനം ഇവിടെ ഉണ്ടാവും, ഈ ചാനലുണ്ടാവും. ഏത് ചാനൽ? ടിപ്സ് ആൻഡ് ട്രിക്സ് ചാനലുണ്ടാവും. നമ്മുടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലല്ല, ടിപ്സ് ആൻഡ് ട്രിക്സ് ചാനലുണ്ടാവും. സോ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഫുൾ A+ കിട്ടുന്നതിൽ നിന്ന് നിങ്ങളെ എതിർക്കാൻ ഒരു ശക്തിയും കഴിയില്ല. ഇത്ര ചെയ്താൽ മാത്രം മതി. ഓക്കെ, റെഡി? അപ്പം ഞങ്ങൾ ഇത്രയും കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഒരൊറ്റ പൈസ വാങ്ങാണ്ട് ചെയ്യാൻ പോകുന്നത്. ഇതുകൂടാതെ എക്സാമിനറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് ഇനിയും ഫുൾ A+ലേക്ക് കുറച്ചും കൂടി എളുപ്പത്തിലെത്താൻ വേണ്ടി കുറച്ചും കൂടി കാര്യങ്ങൾ എക്സാമിനർ ഇനിയും ചെയ്ത് തരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നിങ്ങൾ ഇത്രയും ഞങ്ങൾ ചെയ്തു തരും. നിങ്ങളെന്ത് ചെയ്യണം? അത് കുറച്ച് കാര്യമുണ്ട്, കുറച്ച് നിങ്ങളും ചെയ്യണം. അല്ലാണ്ട് നമ്മൾ മാത്രം പഠിപ്പിച്ചാൽ അങ്ങനെയാണ് പിന്നെ ലക്ഷങ്ങളോളം കുട്ടികൾക്ക് A+ കിട്ടില്ലേ. അത് നിങ്ങളുടെ ആഗ്രഹമാണെങ്കിൽ അങ്ങനെ കിട്ടാറില്ല. കാരണം നിങ്ങൾ കുട്ടികളും കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ നടക്കുള്ളൂ. ആ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് അലൻ സാർ എന്ന് പറഞ്ഞുതരും. അതും കൂടി കേട്ട് കഴിഞ്ഞാൽ ഉറപ്പിച്ചോ ഫുൾ A+ നിങ്ങളുടെ മാർക്ക് ഷീറ്റിൽ ഇപ്പം തന്നെ സെറ്റ് ആയിരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ എക്സാമിനർ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഉറപ്പായി. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈനൽ ദിവസം എക്സാം വരുന്നവർ ചെയ്യും. അതിൻ്റെ +1 ചെയ്യും, അതൊക്കെ വേറെ കാര്യം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ ഇനി നമുക്ക് ആകെ ഏകദേശം 9 ആഴ്ചയുള്ളൂ. കുറേ ആഴ്ചയൊന്നുമില്ല അല്ലേ? മാസങ്ങളിലാലോചിക്കുമ്പോൾ സാർ 3 മാസമുണ്ട്, സിമ്പിൾ. പക്ഷേ ആഴ്ചകളിലാലോചിക്കുമ്പോൾ 9 ആഴ്ചയുള്ളൂ, ബെയർലി. ഓക്കെ, ഇനി നിങ്ങൾ എല്ലാ ദിവസവും 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാം. ഓക്കെ, 2 മണിക്കൂർ ഇങ്ങനെ കഷ്ടപ്പെട്ട് സ്പെൻഡ് ചെയ്യണമല്ല. നിങ്ങൾ ബ്രേക്കൊക്കെ എടുത്ത് 2 മണിക്കൂർ ടോട്ടൽ സ്പെൻഡ് ചെയ്താൽ മതി. ഓക്കെ, 1 മണിക്കൂർ എല്ലാ ദിവസവും എന്ത് ചെയ്യുക? പുതിയൊരു ചാപ്റ്റർ പഠിക്കുക. നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് ഇനി മാത്സിലാണെങ്കിൽ 2 ചാപ്റ്റർ ഉണ്ട്, ഫിസിക്സിൽ 2 ചാപ്റ്റർ ഉണ്ട്, കെമിസ്ട്രി കുറച്ച് ചാപ്റ്റർ ഉണ്ടാവും. അപ്പോൾ ആ പുതിയ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാമിനറുടെ ക്ലാസ് കണ്ടിട്ടാവാം, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടാവാം, നോട്ട്ബുക്കിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ടാവാം. 1 മണിക്കൂർ ഒരു പുതിയ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ ബാക്കി എന്ത് ചെയ്യണം? പഴയ ചാപ്റ്റർ റിവൈസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്മസ് എക്സാമിന് വരെ ഏകദേശം 7 ചാപ്റ്റർ ഉണ്ടായിരുന്നു. ഇനി ഫൈനൽ എക്സാമിന് എല്ലാം ചാപ്റ്ററിനും ഏകദേശം തുല്യ വെയിറ്റേജാണ്. ഓക്കെ, അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണികൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫൈനൽ എക്സാമിന്. സെക്കൻഡ് ടേമിന് അതൊന്ന് വളരെ കുറവാണ് വരുള്ളൂ. പക്ഷേ ഫൈനൽ എക്സാമിന് 20-30 മാർക്ക് വരെ അതിന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്താണെങ്കിലും പഠിക്കണം. അപ്പോൾ പണ്ട് ഫസ്റ്റ് ടേമിന് പഠിച്ച ചില ചാപ്റ്റേഴ്സൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ്, സർക്കിൾസ് വളരെ ഇമ്പോർട്ടൻറ്റ്, വൃത്തങ്ങളിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻ വരും. പഴയ ചാപ്റ്റർ റിവൈസ് ചെയ്യുക. പഴയ ചാപ്റ്റർ 1 മണിക്കൂറിൽ വളരെ സിമ്പിളായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ചിലപ്പോൾ ഒരു ചാപ്റ്റർ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റും 1 മണിക്കൂറിൽ. ഇത് 1 മണിക്കൂറിൽ പുതിയ ചാപ്റ്റർ മൊത്തം പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പറ്റുന്ന കാര്യം പഠിക്കാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ്? സാറ്റർഡേ സൺഡേ എന്താണ്? പോയി ക്രിക്കറ്റ് കളിക്കാൻ പാടുണ്ടോ? അല്ല, നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാ ദിവസവും 5 ദിവസം നിങ്ങൾ ഓരോ ചാപ്റ്റർ പഠിച്ചു, പുതിയതും പഴയതും, അതൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, അതിനും 1-1.5 മണിക്കൂറൊക്കെ മാക്സിമം മതി. ഓക്കെ, 1 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. ആ പേപ്പറും ബുക്കും എടുത്ത് നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക. നിങ്ങൾ വായിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഓർമ്മയുണ്ടോ നോക്കുക, ഫോർമുലയൊക്കെ ഓർമ്മയുണ്ടാവും, സ്ലോപ്പ്, ഹൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. അത്രയും മതി. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പം നമ്മൾ എല്ലാ കാര്യവും നിങ്ങൾക്ക് തരും. ഫൈനൽ എക്സാം ഫൈനൽ ദിവസം വരെ എല്ലാ ഫുൾ പവർ തരും. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ കുഞ്ഞു കാര്യങ്ങൾ ഓരോ ദിവസം 2 മണിക്കൂർ കാര്യം, 1 മണിക്കൂർ പുതിയ ചാപ്റ്റർ സ്പെൻഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് എക്സാമിൻ്റെ ക്ലാസ് ഉണ്ടാവാം. ഇനി 1 മണിക്കൂർ ബാക്കി എന്ത് ചെയ്യാം? പഴയ ക്ലാസ് കാണാം, അല്ലെങ്കിൽ പഴയ നിങ്ങളുടെ നോട്ട്സ് എടുത്ത് റിവൈസ് ചെയ്യാം. അത്രയും മതി. അത്രയും ചെയ്താൽ ഗ്യാരണ്ടിയാണ് ഈ പ്രാവശ്യം ഫുൾ A+ അല്ല ഫുൾ മാർക്ക് കിട്ടും.
ഇനി 2 കാര്യങ്ങൾ, ടിപ്സ് ആൻഡ് ട്രിക്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മക്കളെ. പിന്നെ നിങ്ങൾ ഈ ആഴ്ചത്തെ ടൈം ടേബിൾ യൂട്യൂബിൽ ഏത് ക്ലാസ് എന്ന് വരും, എപ്പോൾ വരും എന്നുള്ള കാര്യം ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഓക്കെ, ടിപ്സ് ആൻഡ് ടിപ്സ് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് എന്താ ഫ്രണ്ട്സിനോടൊക്കെ പറയുക എന്താണ് ഈ ആഴ്ചത്തെ ടൈം ടേബിൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് നോക്കി പഠിക്കാം. ഇനി നിങ്ങൾ എക്സാമിൻ്റെ നിങ്ങൾ 8th 9th 10th സ്റ്റുഡൻ്റ് ആണെങ്കിൽ അടുത്ത വർഷത്തെ ബാച്ച് ജോയിൻ ചെയ്യാണ്. നിങ്ങൾ SLC ആണ് 11th 9th ആണെങ്കിൽ 10th 8th ആണെങ്കിൽ 9th ആ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന January 10th നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം അതെന്താണ്. January 10th വരെ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും എന്താണ് നമ്മുടെ എക്സാം വിന്നറിന് ഹാൻഡ് ബുക്ക് ഗ്യാരണ്ടീഡ് ആണ്. ഓക്കെ, അപ്പോൾ January 10th എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസങ്ങളുണ്ട്. അന്ന് വരെ ജോയിൻ ചെയ്ത എല്ലാവർക്കും എക്സാമിനറുടെ ഹാൻഡ് ബുക്ക് കിട്ടും. ഓക്കെ, ഹാൻഡ് ബുക്ക് നിങ്ങളുടെ കോഴ്സും ബാക്കിയുള്ള ബുക്സും അല്ലാണ്ട് കിട്ടും. ഇനി അതുപോരാതെ 500 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്തിട്ട്, ഓക്കെ, ഒൺലി 500 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സാമിനറുടെ റെഡ് ടീഷർട്ട് പുതിയ റിലീസ് ചെയ്തിട്ടുണ്ട്, അതും കിട്ടും. അത് സെലക്റ്റഡ് ആൾക്കാർക്ക്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത് 75 ഏത് നമ്പറാണ്, ഏത് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും 7592092021. ആൻഡ് മറക്കരുത് അടുത്ത വർഷം നിങ്ങൾ അടുത്ത വർഷം ബാച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിൽ 8th 9th 10th ഒക്കെ എന്തുണ്ട്, മലയാളം മീഡിയം ക്ലാസ്സും ഉണ്ട്. അപ്പോൾ അത് മറക്കരുത്. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം അടുത്ത വർഷത്തെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ടെന്ന് ഓർത്തോളൂ. അപ്പോൾ January 10th വരെ ജോയിൻ ചെയ്യുന്നവർക്ക് ടീഷർട്ട് 500 ആൾക്കാരെ സെലക്ട് ചെയ്ത് തരും. എല്ലാവർക്കും ഹാൻഡ് ബുക്ക് ഉണ്ടാവും. ടാറ്റ, ബൈ ബൈ ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫൈനൽ എക്സാംസ്.